1,00,000 രൂപയൊക്കെ എനിക്ക് നേരത്തെ അപ്രൂവൽ തന്ന ഒരു ആപ്ലിക്കേഷനാണ് നമ്മൾ പരിചയപ്പെടുത്താനായിട്ട് പോകുന്നത്. ഇത് ഞാൻ പണ്ട് എടുത്ത് വെച്ച സ്ക്രീൻ റെക്കോർഡാണ് നമ്മൾ വീഡിയോസൊക്കെ റിമൂവ് ചെയ്യുന്നതിന് മുമ്പുള്ള. സോ ഇപ്പോൾ അപ്ലൈ ചെയ്യുന്നവരൊന്ന് ശ്രദ്ധിക്കുക, ചിലപ്പോൾ ചെറിയ മാറ്റങ്ങൾ അപ്ലൈ ചെയ്യുമ്പോൾ കാണിക്കും. എന്തായാലും ഞാൻ സ്റ്റെപ്സ് ബൈ സ്റ്റെപ്പ് ആയിട്ടെല്ലാം കാണിച്ചു തരാം. നിങ്ങളുടെ ആധാർ കാർഡ്, പാൻ കാർഡും ബാങ്ക് അക്കൗണ്ടും ഉണ്ടെങ്കിൽ 1 lakh ഒക്കെ ലോൺ എടുക്കാനായിട്ട് സാധിക്കുന്ന ഒരു ആപ്ലിക്കേഷനാണിത്. ഏതാണ് ആപ്ലിക്കേഷൻ, എങ്ങനെ അപ്ലൈ ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞുതരാം. ആപ്ലിക്കേഷൻ്റെ ലിങ്ക് വീഡിയോ ഡിസ്ക്രിപ്ഷനിലുണ്ട്. അവിടെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡയറക്റ്റ് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. സോ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് നിങ്ങൾ EMI കാർഡ്, പേ ലെറ്റർ കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുന്ന വ്യക്തിയാണെന്നുണ്ടെങ്കിൽ ഈ പേ ലെറ്റർ അല്ലെങ്കിൽ EMI കാർഡ് ലിമിറ്റ് ഉണ്ടെങ്കിൽ ആ ലിമിറ്റ് നിങ്ങൾക്ക് ക്യാഷ് ആയിട്ട് കൺവേർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ കാണുന്ന നമ്പറിൽ മെസ്സേജ് അയച്ചാൽ മതി. നമ്മൾ പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യിപ്പിച്ചുകൊണ്ട് നിങ്ങൾക്ക് അത് ക്യാഷ് ആയിട്ട് കൺവേർട്ട് ചെയ്ത് നിങ്ങൾക്ക് EMI ഒക്കെ തിരിച്ച് റീപേ ചെയ്യുന്ന രീതിയിൽ ചെയ്തു തരാനായിട്ട് പറ്റും. സോ എൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായിട്ട് വാട്സപ്പിൽ മെസ്സേജ് അയക്കുക. ഏതാണ് പേ ലെറ്റർ അല്ലെങ്കിൽ ഏതാണ് EMI കാർഡ്, അതിൻ്റെ ലിമിറ്റ് എത്രയാണെന്ന് അയക്കുക. നമ്മൾ അതിൻ്റെ ഡീറ്റെയിൽസ് പറഞ്ഞു തരുന്നതായിരിക്കും. സോ ഇതാണ് നമ്മുടെ ആപ്ലിക്കേഷൻ. നിറ എന്നാണ് ആപ്ലിക്കേഷൻ്റെ പേര്. 4.3 സ്റ്റാർ റേറ്റിംഗ് ഉണ്ട്, 1 crore plus ഡൗൺലോഡും ഉണ്ട്. RBI രജിസ്റ്റേർഡ് NBFC വഴി തന്നെ ലോൺ പ്രൊവൈഡ് ചെയ്യുന്ന ആപ്ലിക്കേഷനാണിത്. ഇതിന് നമുക്ക് 1 lakh വരെയാണ് ലോൺ എടുക്കാനായിട്ട് സാധിക്കുന്നത്. ഇതിൻ്റെ ടെന്യൂർ നമുക്ക് മാക്സിമം 24 മാസം വരെയാണ് ലഭിക്കുന്നത്. അതേപോലെ തന്നെ നമുക്ക് ഇൻട്രസ്റ്റ് വരുന്നത് അപ് ടു 36% വരെയാണ് നോർമൽ ലോൺ ആപ്ലിക്കേഷനിൽ വരുന്ന ഇൻട്രസ്റ്റ് വരുന്നുണ്ട്. പിന്നെ നമുക്ക് പ്രോസസ്സിംഗ് ഫീസ് 2 മുതൽ 3% വരെയാണ് വരുന്നത്. നമ്മുടെ ലോൺ എമൗണ്ട് അനുസരിച്ചിരിക്കും. പിന്നെ നമുക്ക് പ്രീ പേയ്മെൻറ്റ് ഫീസൊക്കെ വരുവാണെങ്കിൽ ലോൺ എടുത്ത് 7 ദിവസത്തിനുള്ളിലാണെങ്കിൽ ഫ്രീ ആയിട്ട് നമുക്ക് ഫീസ് ഒന്നും ഇല്ലാണ്ട് ക്ലോസ് ചെയ്യാം. അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് അതിനുശേഷം 4% വരുന്നു എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ നമുക്കിവിടെ ലേറ്റ് പേയ്മെൻറ്റ് ഫീസിൻ്റെ കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഒരു ലോണിൻ്റെ എക്സാമ്പിളൊക്കെ കൊടുത്തിട്ടുണ്ട്. താഴെ വരുവാണെങ്കിൽ ലോൺ അപ്രൂവ് ആകുന്ന അല്ലെങ്കിൽ ലോൺ തരുന്ന NBFC ഏതൊക്കെയാണ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. മുത്തൂറ്റ് ഫൈനാൻസ്, IIFL ഫൈനാൻസ്, HDB, നോർത്തേൺ ആർക്ക്, PU ഫൈനാൻസ്, കൊമക് ഇൻവെസ്റ്റ്മെൻറ്റ് ആൻഡ് ഫൈനാൻസ് പ്രൈവറ്റ് ലിമിറ്റഡ്, ട്രില്യൺ ലോൺസ് ആൻഡ് അവന്തി ഫൈനാൻസ് എന്ന് പറഞ്ഞാൽ ഇത്രയും NBFC 8 NBFC വഴിയാണ് ഇവർ ലോൺ പ്രൊവൈഡ് ചെയ്യുന്നത്. എല്ലാം RBI രജിസ്റ്റേർഡ് ആണ്. നമുക്ക് വിശ്വസിച്ച് ലോൺ എടുക്കാം. 12,000 മേളിൽ നമുക്ക് സാലറി വേണം പെർ മന്ത്. അതേപോലെ തന്നെ ഏജ് വരുന്നത് 22-നും 59-നും ഇടയിലുള്ളവർക്കാണ് ലോൺ കിട്ടുന്നത്. താഴെ വരുവാണെങ്കിൽ ഇവരുടെ കസ്റ്റമർ കെയറുടെ ഇമെയിൽ ID കൊടുത്തിട്ടുണ്ട്. സോ നിങ്ങൾക്ക് എന്തെങ്കിലും രീതിയിലുള്ള ഇഷ്യൂസ് ഉണ്ടാവുകയാണെങ്കിൽ ഡയറക്റ്റ് അവരെ കോൺടാക്ട് ചെയ്യാനായിട്ട് സാധിക്കും. ആപ്ലിക്കേഷൻ ലോഞ്ച് ആയിട്ടുള്ളത് 2018 ഏപ്രിലാണ്. ഓൾമോസ്റ്റ് 8 വർഷമായിട്ട് വർക്ക് ചെയ്യുന്ന ഒരു ആപ്ലിക്കേഷനാണിത്. സോ ഇങ്ങനെ ഇതിൽ അപ്ലൈ ചെയ്യണമെന്ന് ഞാൻ കാണിച്ചു തരാം ലോൺ. അപ്പോൾ ഡിസ്ക്രിപ്ഷൻ ലിങ്ക് ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഡയറക്റ്റ് പ്ലേ സ്റ്റോറിൽ നിന്ന് ആപ്ലിക്കേഷൻ ഫോണിലേക്ക് ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ആപ്ലിക്കേഷൻ ഇതുപോലെ ഇൻസ്റ്റാൾ ചെയ്തിട്ട് ഓപ്പൺ ചെയ്യുക. അപ്പോൾ മൊബൈൽ നമ്പർ എടുത്ത് ലോഗിൻ ചെയ്യാനായിട്ട് പറയും. അവിടെ പെർമിഷൻസും ചോദിക്കും. പെർമിഷൻസ് ഒക്കെ നിങ്ങൾ വായിച്ച് നോക്കി നിങ്ങൾക്ക് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ മാത്രം മുന്നോട്ട് പോവുക. അവിടെ മൊബൈൽ നമ്പർ OTP കൊടുത്തു കഴിയുമ്പോൾ നിങ്ങളുടെ എംപ്ലോയ്മെൻറ്റ് ടൈപ്പ് ചോദിക്കും. നിങ്ങൾ സാലറിഡ് ആണോ സെൽഫ് എംപ്ലോയ്ഡ് ആണെന്ന് ചോദിക്കും. ഞാനവിടെ സെൽഫ് എംപ്ലോയ്ഡ് ക്ലിക്ക് ചെയ്യുമ്പോൾ ബാങ്ക് വഴിയാണോ ക്യാഷ് വഴിയാണോ ചെക്ക് വഴിയാണോ സാലറി കിട്ടുന്നതെന്ന് ചോദിക്കും. പിന്നെ മന്ത്ലി ഇൻകം ചോദിക്കുന്നുണ്ട്. ഇതും കൊടുത്ത് പ്രൊസീജിയർ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങളുടെ പേഴ്സണൽ ഇൻഫോ ആയ നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത്, ഇമെയിൽ, ജെൻഡർ, മൊബൈൽ നമ്പർ, ഫുൾ നെയിം കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. ഇതൊക്കെ കൊടുത്ത് പ്രൊസീജിയർ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങളുടെ ബേസിക്കായിട്ടുള്ള കുറച്ച് ഡീറ്റെയിൽസ് ചോദിക്കും. നിങ്ങളുടെ മെറിറ്റൽ സ്റ്റാറ്റസ്, നിങ്ങളുടെ ആധാറായിട്ട് മൊബൈൽ നമ്പർ ലിങ്ക്ഡ് ആണോ, അതേപോലെ എന്തെങ്കിലും ലോൺ നിങ്ങൾ കറൻറ്റ്ലി അടയ്ക്കുന്നുണ്ടോ പോലുള്ള ബേസിക്കായിട്ടുള്ള കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കും. അത് കൊടുത്ത് പ്രൊസീജിയർ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്കിവിടെ 1 lakh വരെയുള്ള എമൗണ്ട് സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷനാണ് കാണിക്കുന്നത്. ജസ്റ്റ് ഒരു കാൽക്കുലേറ്റർ അല്ലെങ്കിൽ എത്ര വേണമെന്നുള്ള ഇതിൽ ചോദിക്കുന്ന പോലെ നമുക്ക് എമൗണ്ട് സെലക്ട് ചെയ്തിട്ട് അവിടെ EMI ഒക്കെ കാണാനായിട്ട് സാധിക്കും. അതൊക്കെ ആക്ച്വലി EMI അല്ല, നമ്മൾ ജസ്റ്റ് ചെക്ക് ചെയ്യാൻ വേണ്ടി കാണിക്കുന്നതാണ്. അപ്പോൾ അവിടെ ഫിനിഷ് ലോൺ ആപ്ലിക്കേഷൻ എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ വീണ്ടും കുറച്ച് ഡീറ്റെയിൽസ് ചോദിക്കും. നിങ്ങളുടെ കമ്പനിയുടെ പേര്, നിങ്ങളുടെ ഡേറ്റ് ഓഫ് ഇൻകോർപ്പറേഷൻ, പിന്നെ ഒക്കുപ്പേഷൻ ടൈപ്പ്, നേച്ചർ ഓഫ് ബിസിനസ്, ഇൻഡസ്ട്രിയൽ ടൈപ്പ് പോലുള്ള നിങ്ങളുടെ എംപ്ലോയ്മെൻറ്റ് ബേസ് ചെയ്തിട്ടുള്ള ബിസിനസ് ബേസ് ചെയ്തിട്ടുള്ള ചോദ്യങ്ങളൊക്കെ ചോദിക്കും. അതിനുശേഷം അടുത്ത പേജിൽ 3 ഡീറ്റെയിൽസ് അവിടെ കൊടുക്കാനായിട്ട് പറയും. ആധാർ, പാൻ കാർഡ്, ഇൻകം പ്രൂഫ്. അപ്പോൾ ഇവിടെ നമ്മൾ അപ്ലൈ നൗ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങളുടെ സെൽഫി ആദ്യം അപ്ലോഡ് ചെയ്യണം. അതിനുശേഷം ഉദ്യം സർട്ടിഫിക്കറ്റ് കൊണ്ടുവന്ന് ചോദിക്കും. പിന്നെ നിങ്ങളുടെ സെൽഫി അപ്ലോഡ് ചെയ്യണം, പാൻ കാർഡിൻ്റെ ഡീറ്റെയിൽസ് അപ്ലോഡ് ചെയ്യണം, അഡ്രസ് ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ അപ്ലോഡ് ചെയ്യാനുണ്ട്. ഈ കാര്യങ്ങളൊക്കെ കൊടുത്തതിന് ശേഷം നിങ്ങൾക്ക് ഇവിടെ അപ്രൂവൽ ഉണ്ടോ ഇല്ലയോ എന്ന് കാണിക്കും. എനിക്കിവിടെ 1 lakh അപ്രൂവ് ആയിട്ടുണ്ട്. 2.5% പെർ മന്ത് ഇൻട്രസ്റ്റ് വരും. 3 മുതൽ 18 മാസം വരെ ടെന്യൂർ സെലക്ട് ചെയ്യാമെന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. അവിടെ പ്രൊസീജിയർ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് എമൗണ്ട് സെലക്ട് ചെയ്യാം. അതുപോലെ തന്നെ ടെന്യൂർ ഫിക്സ്ഡ് ആയിരിക്കും, 18 മാസം കാണാനായിട്ട് പറ്റും. അവിടെ EMI എത്ര വരും എന്നുള്ളത് കാണിക്കും. അവിടെ ഗെറ്റ് മൈ ലോണിൻ്റെ അവിടെ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് ലോൺ എടുക്കണോ വേണ്ടെന്നുള്ള ഡീറ്റെയിൽസ് ഒക്കെ കാണിക്കും. അവിടെ നമുക്ക് അടുത്ത പേജിൽ ലോണിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് കാണിക്കും. നമുക്ക് എത്ര എമൗണ്ട് അപ്രൂവ് ആയിട്ടുണ്ട്, എത്ര എമൗണ്ട് അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആകും, എത്ര പ്രോസസിംഗ് ഫീസ് പോകുന്നുണ്ട്, എന്തൊക്കെയാണ് EMI വരുന്നത്, എത്രയാണ് EMI വരുന്നത്, എന്നാണ് റീപേയ്മെൻറ്റ് ചെയ്യേണ്ട പോലുള്ള എല്ലാ ഡീറ്റെയിൽസും കാണിക്കും. അത് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ ടേംസ് ആൻഡ് കണ്ടീഷൻസ് കൊടുത്തിട്ട് എഗ്രിമെൻറ്റ് സൈൻ ചെയ്ത് ബാങ്കിലേക്ക് ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യാം. ഇപ്പോൾ ചിലപ്പോൾ ഈനാച്ച് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പറയും. ഓട്ടോമാറ്റിക്കലി EMI ഡെബിറ്റ് ആവുന്ന പരിപാടി അത് നിങ്ങൾക്ക് ചെയ്യണമെങ്കിൽ ചെയ്യാം ചോദിക്കുന്നുണ്ടെങ്കിൽ. അതിനുശേഷം എഗ്രിമെൻറ്റ് സൈൻ ചെയ്ത് മൊബൈൽ നമ്പറിലേക്ക് OTP വരെ അത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ബാങ്കിലേക്ക് ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യാം. ഒരു 24 to 40 hours നമ്മുടെ അക്കൗണ്ടിൽ ഫണ്ട് ക്രെഡിറ്റ് ആവുന്നത്. നല്ലൊരു ആപ്ലിക്കേഷനാണ്. എന്തായാലും ട്രൈ നോക്കുന്നവർക്ക് ട്രൈ നോക്കുക. ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. എന്തെങ്കിലും ഡൗട്ട് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് അടുത്ത സമയം വീഡിയോ കാണാം. ബൈ.